പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നടക്കുന്ന ഒരു നിശബ്ദ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണെന്ന് RDX നിശ്ചയമായും കരുതുന്നു. യാത്രകൾക്കിടയിൽ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുക ഇപ്പോൾ മലയാളികളുടെ ശീലമാണ്. കുറഞ്ഞ ചെലവിൽ നല്ല സൗകര്യങ്ങളിൽ ജീവിക്കാൻ സൗകര്യമുള്ള റെസ്റ്റ് ഹൗസുകൾ കൂടുതൽ ജനകീയമായിരിക്കുന്നു. PWD റെസ്റ്റ് ഹൗസുകൾ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റിയിട്ട് 3-4 വർഷമായി. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം അടക്കം അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് വൻ വിജയവുമായി. ജനങ്ങൾ ഈ സൗകര്യം കാര്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഖജനാവിനും നേട്ടമുണ്ടായി. വിശദമായി നോക്കാം. ആദ്യം RDX ആപ്പിലേക്ക്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കേരളത്തിലാകെ 157 റെസ്റ്റ് ഹൌസുകളാണുള്ളത്. ചെറിയ തുകയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം ലഭ്യമായിരുന്ന റെസ്റ്റ് ഹൌസുകൾ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. ഇതിനൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2021 കേരള പിറവി ദിനത്തിൽ പീപ്പിൾ റെസ്റ്റ് ഹൌസ് എന്ന ആശയം രൂപപ്പെടുന്നത്. ഇന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ആർക്കു വേണമെങ്കിലും പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകളിലെ മുറികളുടെ ലഭ്യതയറിയാനും മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സാധിക്കും. നിരക്കും വെബ്സൈറ്റിൽ നിന്നറിയാനാകും. 4 വർഷം കൊണ്ട് 5 ലക്ഷത്തോളം ബുക്കിംഗുകളാണ് നടന്നത്. കൂടുതൽ ആവശ്യക്കാരുള്ള ഇടങ്ങളിൽ നിലവിലെ റെസ്റ്റ് ഹൌസ് മന്ദിരങ്ങൾ നവീകരിക്കുന്നതിനൊപ്പം സ്ഥലലഭ്യതയ്ക്കനുസരിച്ച് പുതിയത് നിർമ്മിക്കാനും പൊതുമരാമത്ത് വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. സാധ്യമായ സ്ഥലങ്ങളിൽ ക്യാന്റീനുകൾ ആരംഭിച്ച് മിതമായ നിരക്കിൽ ഭക്ഷണവും ലഭ്യമാക്കുന്നുണ്ട്. ചെറിയ പരിപാടികൾക്കും മീറ്റിംഗുകൾക്കുമായി ഹാളുകൾ കൂടി നൽകിക്കൊണ്ട് പദ്ധതി വിപുലീകരിക്കാനാണ് സർക്കാർ നീക്കം. ഇതിനു പുറമെ ദീർഘദൂര യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ ദേശീയപാതകൾക്കും പ്രധാന പാതകൾക്കും സമീപം വിശ്രമ മുറികളും നിർമ്മിക്കും. RDX ആപ്പ് ന്യൂസ് മലയാളം. ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു PWD റെസ്റ്റ് ഹൗസുകൾ. സംസ്ഥാനത്താകെ 157 PWD റെസ്റ്റ് ഹൗസുകളുണ്ട്. ഇതിൽ 1215 മുറികളാണുള്ളത്. ഈ സർക്കാരിന്റെ കാലത്ത് 7 പുതിയ റെസ്റ്റ് ഹൗസുകൾ കൂടി നിർമ്മിച്ചു. 23 എണ്ണം നവീകരിക്കുകയും ചെയ്തു. 17 റെസ്റ്റ് ഹൗസുകൾ നിർമ്മാണ നടപടികളും 9 എണ്ണത്തിന്റെ നവീകരണവും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ ആവശ്യക്കാരുള്ള കേന്ദ്രങ്ങളിൽ നവീകരണം വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ബുക്കിംഗിലൂടെ ജനകീയത കൈവരിച്ചിരിക്കുന്നു. പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 4 വർഷം കൊണ്ട് 5 ലക്ഷത്തോളം ബുക്കിങ്ങുകളാണ് ഇവിടെ ഉണ്ടായത്. ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഉണ്ടായത് വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ്. 4 വർഷത്തിനിടെ 30 കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇത് 2 കോടിയിൽ താഴെയായിരുന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം പേർ റെസ്റ്റ് ഹൗസ് സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻ പദ്ധതികൾ പരിശോധിച്ചാൽ ടൂറിസം, തീർത്ഥാടക മേഖലകളിൽ കൂടുതൽ റെസ്റ്റ് ഹൗസുകൾ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ദേശീയപാതകൾക്കും പ്രധാന പാതകൾക്കും സമീപം വിശ്രമ മുറികൾ നിർമ്മിക്കും എന്നിങ്ങനെയാണ് ഈ കുതിച്ചുചാട്ടം. ഹർഷൻ, ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്കിനകത്തുള്ള ഒരു കാര്യം 2021 ശേഷമുള്ള കണക്കാണ് നമ്മൾ പറഞ്ഞത്. അതിന് മുമ്പുള്ള കണക്ക് കൂടി നമ്മൾ ഓർത്തു പോകണം ഈ സമയത്ത്. കാരണം ഏതാണ്ട് 2 ലക്ഷത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 2 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അതിവിടേക്ക് വളർന്നു. അതങ്ങനെ വരാൻ കാരണം എന്താണ്? ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഒരു കാലത്ത് ഇത് രാഷ്ട്രീയ നേതാക്കളൊക്കെ അവരുടെ സന്ദർശനങ്ങളിലൊക്കെ യാത്രകളിൽ പ്രയോജനപ്പെടുത്തിയിരുന്നു. വലിയ ഉദ്യോഗസ്ഥർ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ അവർക്ക് മാത്രം, ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് പ്രാപ്യമല്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയേ ഇല്ലാത്ത ഒരവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഈ റെസ്റ്റ് ഹൗസുകൾക്ക് എന്നുള്ളത് ഓർക്കണം. ഈ ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ 153 റെസ്റ്റ് ഹൗസുകളിലായിട്ട് 1151 മുറികളുണ്ട്. അത് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താമെന്നുള്ള തീരുമാനം ഗംഭീരമായ തീരുമാനമായി. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയും പൊതു സ്വത്ത് വല്ലാതെ മോശം രീതിയിൽ പരിപാലിച്ചുകൊണ്ട് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ പലയിടത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ചിലയിടത്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കും. പക്ഷേ അത് ഈ നിലയ്ക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന നിലയിലേക്ക് അതിനെ മാറ്റി തീർത്തിരുന്നുമില്ല. ബഹുഭൂരിപക്ഷം റെസ്റ്റ് ഹൗസുകളും ഈ നരിച്ചേറുകളുടെയും മരപ്പട്ടികളുടെയും പെരിച്ചാഴികളുടെയും ആവാസ കേന്ദ്രമായിരുന്നു. ഇതിനുശേഷം ഈ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററായി വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച ഒരു കാര്യമുണ്ട് ആ സമയത്ത്. കാരണം അദ്ദേഹം ഇങ്ങനെ ഈ റെസ്റ്റ് ഹൗസുകളുടെ പരിസരത്തൂടെയൊക്കെ പോയിട്ട് ഈ ഒഴിഞ്ഞ മദ്യക്കുപ്പിയൊക്കെ പെറുക്കി നടക്കുന്നു. അതിന് അദ്ദേഹം ആളുകളോട് ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ സമയത്ത് കരുതിയത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു മിനിസ്റ്റർ ഇങ്ങനെ പോയിട്ട് റെസ്റ്റ് ഹൗസുകളുടെ ചുറ്റും തപ്പി നടക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്തരത്തിലൊരു ഇടപെടൽ സാധ്യമാവുന്ന, അതിന് സമയം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന്, അത് ചെയ്തത് നന്നായി എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത്. കാരണം ഇപ്പോൾ 30 കോടിക്ക് മേലേക്ക് വരുമാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അതായത് അത് പതുക്കെ ഒന്നുമല്ല. ഇപ്പോൾ 4 കോടിയിൽ നിന്ന് പിന്നെ 6 കോടിയായി, 8 കോടിയായി, 9 കോടിയായി, അങ്ങനെ അത് കൃത്യമായൊരു വളർച്ച കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്വത്ത് ഇങ്ങനെ വെറുതെ നശിച്ചു പോകുന്ന സ്ഥിതി, അതല്ലെങ്കിൽ
തരക്കേടില്ലാതെ പരിപാലിക്കുന്ന ചില സ്ഥലങ്ങളിലാവട്ടെ അത് സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത സ്ഥിതി. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചെറിയ പ്രദേശത്ത് പോയിട്ടൊരു റെസ്റ്റ് ഹൗസിൽ താമസിച്ച് നോക്കി. ഇപ്പോൾ പേരാമ്പ്ര ഒരു സാധാരണ ഒരു വലിയ നഗരമൊന്നുമല്ലല്ലോ. പേരാമ്പ്രയിലെ റെസ്റ്റ് ഹൗസിൽ ഞാൻ പോയി താമസിച്ചപ്പോൾ ഗംഭീരമായ സൗകര്യങ്ങളാണ്. അതായത് മറ്റെല്ലാ തരത്തിലും, അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് താമസ സൗകര്യവുമൊക്കെ നല്ല വൃത്തിയുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഒരു സംതൃപ്തി തോന്നും. കൊള്ളാമല്ലോ, ഇതൊരു സർക്കാർ സംവിധാനം ഈ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. കണ്ണൂർ റെസ്റ്റ് ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കണ്ണൂരിലേക്ക് പോയാൽ അതല്ലാതെ മറ്റൊരു സ്ഥലം നമ്മൾ പരിഗണിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട്. എല്ലാ സ്ഥലത്തും ആ നിലയ്ക്ക് അത് നവീകരിച്ചിരിക്കുന്നു എന്നതും അത് ഈ നിലയ്ക്ക് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകുന്ന തരത്തിൽ കുറഞ്ഞ ചിലവിൽ, അതാണ് ഇത് വലിയ ചിലവല്ലല്ലോ, അത്തരത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സംവിധാനമായി അത് മാറിയിരിക്കുന്നു. മുമ്പൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് അടുത്ത് നിന്നവരൊക്കെ ഈ അന്തിപ്പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായി മാറിയിരുന്ന ആ സ്ഥലം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും സുരക്ഷിതമായ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന മികച്ച ഇടങ്ങളായി മാറി എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇത് പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഇത് 2021 നവംബർ 1 ഇത് ഉദ്ഘാടനം ചെയ്തത്. നവംബർ 1 ഈ വാർത്തകൾ വന്നത് കണ്ടപ്പോഴാണ് ചേട്ടാ ഇത് ഒരു ഇത്രയും വലിയ വിജയമാണല്ലോ എന്നത് നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ടല്ലോ എന്നും ആലോചിച്ചു. നിശ്ചയമായി. നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വാധീന ശേഷിയുള്ളവർക്കും ഒക്കെ മാത്രം ലഭ്യമായിരുന്ന ഒരു സൗകര്യമായിരുന്നു ഈ സർക്കാർ റെസ്റ്റ് ഹൗസുകൾ എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ മിതമായ നിരക്കിൽ സാധാരണക്കാർക്കും കിട്ടുന്നു എന്നുള്ളത് വളരെ ചെറിയ കാര്യമല്ല. സുരക്ഷിതവും സൗകര്യപ്രദവുമായി താമസം എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ആഭ്യന്തര സഞ്ചാരികൾക്ക് PWD പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല. പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ എന്ന ആശയം എന്തുകൊണ്ടും സർക്കാരിൻ്റെ ഒരു ജനകീയ തീരുമാനമായിരുന്നു. അതിലൂടെ സർക്കാരിൻ്റെ തനത് വരുമാനം കൂടിയതും നേട്ടമായി മാറിയിരിക്കുന്നു. കൂടുതൽ ആവശ്യക്കാരുള്ള കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങൾ വിപുലീകരിച്ചും പുതിയ ഇടങ്ങളിലേക്കും വ്യാപിപ്പിച്ചും ഈ സംരംഭം ജനങ്ങൾക്കും സർക്കാരിനും നേട്ടമാകുന്ന വിധം ഇനിയും വളരട്ടെ എന്ന് RDX ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.